ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ പിന്നെയും ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിലായിരിക്കാനായിട്ട് കർത്താവ് നമുക്ക് നൽകി തരുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എഫേസ്യ ലേഖനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എഫേസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 19 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തു. അതിൻ്റെ 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നമ്മൾ അവിടെ വായിച്ചത്. അപ്പോൾ ആ പ്രാർത്ഥനയുടെ അവസാനത്തെ ഭാഗമായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത്. അത് നമ്മൾ വായിച്ചത് അതിൻ്റെ 18-19 വാക്യങ്ങളായിരുന്നു. അവിടെ നമ്മളിങ്ങനെ വായിച്ചു: അവൻ്റെ വിളിയാനുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അപ്പം തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ശക്തി, ആ അളവറ്റ ശക്തി വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നു എന്ന് അപ്പോസ്തലനോട് പറയുകയാണ്. ആ ശക്തിയുടെ അളവറ്റ വലിപ്പം അറിയേണ്ടതിനായിട്ട്, ദൈവമക്കളത് ഗ്രഹിക്കേണ്ടതിനായിട്ട് അപ്പോസ്തലൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ ഭാഗമൊക്കെ നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. കഴിഞ്ഞ ക്ലാസ് കേട്ടിട്ടില്ലാത്തവർ യൂട്യൂബിൽ ആ ക്ലാസ്സുകൾ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ ആ ക്ലാസ്സുകളെ കാണാനായിട്ട് കഴിയും. അപ്പോൾ ഈ ശക്തി, ദൈവത്തിൻ്റെ ശക്തി നമുക്ക് വേണ്ടി വ്യാപരിക്കുമ്പോൾ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമുക്കെന്താണ് ആ ശക്തി കൊണ്ടുള്ള പ്രയോജനം, ആ ശക്തിയുടെ പ്രവർത്തനം കൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം എന്നുള്ളത്, അത് നമുക്കൊന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം അപ്പോസ്തലനായ പൗലോസ് അതിൻ്റെ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ താൻ ഇങ്ങനെ പറയുകയാണ്. എഫേസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ അത് ഞാൻ വായിക്കാം. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽക്കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പം ഈ ശക്തി, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ആ ദൈവത്തിൻ്റെ ശക്തി, അത് ക്രിസ്തുവിൽ വ്യാപരിച്ചു. ഇപ്പം ക്രിസ്തുവിൽ വ്യാപരിച്ചപ്പോൾ ക്രിസ്തുവിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ആ ശക്തിയുടെ പ്രവർത്തനത്താൽ ക്രിസ്തുവിൽ എന്താണ് ഉണ്ടായത് എന്ന് അപ്പോസ്തലൻ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പം നമ്മിൽ ആ ശക്തി വ്യാപരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു ഉദാഹരണമായി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉറപ്പായിട്ട് അപ്പോസ്തലൻ പറയുകയാണ്, അതേപോലെ ആ ശക്തി എന്ത് ചെയ്തു, ക്രിസ്തുവിലും വ്യാപരിച്ചു എന്ന് അപ്പോസ്തലൻ പറയുകയാണ്. അപ്പം അങ്ങനെ ക്രിസ്തുവിൽ വ്യാപരിച്ചപ്പോൾ അവിടെ നമ്മൾ ക്രിസ്തുവിൽ സംഭവിച്ചതായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മളവിടെ കാണുന്നുണ്ട്. പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് നമ്മളവിടെ കാണുന്നത്. ഒന്ന്, ക്രിസ്തുവിൽ വ്യാപരിച്ചപ്പോൾ ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. 2, സകലത്തിനും മേലെ തൻ്റെ വലത്തുഭാഗത്ത് അവനെ ഇരുത്തി. 3, ദൈവം സകലവും അവൻ്റെ കാൽ കീഴിലാക്കി. 4, തൻ്റെ സഭയ്ക്ക് ശിരസായിട്ട് അവനെ കൊടുത്തു. ഈ 4 കാര്യങ്ങളാണ് ക്രിസ്തുവിൽ ഈ ശക്തി വ്യാപരിച്ചപ്പോൾ പ്രവർത്തിച്ചത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. വളരെയധികം തെറ്റായിട്ട് വിശ്വാസികളുടെ ഇടയിൽ പ്രസൻറ്റ് ചെയ്യപ്പെടുന്ന, പറയപ്പെടുന്ന അല്ലെങ്കിൽ പ്രസംഗിക്കപ്പെടുന്ന ഒരു ഭാഗമാണിത്. കാരണം പലപ്പോഴും
ഈ വാക്യങ്ങൾ വായിച്ചിട്ട് പ്രസംഗകർ, പണ്ട് ഞാനും അങ്ങനെ തന്നെയായിരുന്നു, പ്രസംഗകരൊക്കെ എന്താണ്, ദൈവം നമുക്കെന്തൊക്കെയോ ഭൗതികമായിട്ട് തരാനായിട്ട് പോകുന്നു എന്നുള്ള രീതിയിൽ, അതായത് നിൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ നിന്നെ മാനിക്കും, നിൻ്റെ തടസ്സങ്ങളൊക്കെ കർത്താവ് അങ്ങ് പൊട്ടിച്ച് കളയും എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ ആ ദൈവശക്തിയുടെ പ്രവർത്തനത്തെ വ്യാഖ്യാനിക്കുന്ന രീതിയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ അപ്പോസ്തലൻ ഇവിടെ പറയുമ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് അവിടെ വരുന്നതായിട്ട് വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ നമുക്ക് ആ ഭാഗങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാം. ക്രിസ്തുവിൽ ഈ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ചപ്പോൾ ഉണ്ടായ 4 റിസൾട്ടുകൾ അവിടെ പറഞ്ഞത്. അതിലാദ്യത്തത് നമ്മൾ വായിച്ചു, അതിൻ്റെ 20-ാം വാക്യത്തിൽ, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. അപ്പം ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? ദൈവം ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. സ്തോത്രം. ഇത് മാറിപ്പോകരുത്. ക്രിസ്തുവിൽ ഈ ദൈവശക്തി പ്രവർത്തിച്ചപ്പോൾ അവിടെ ഉണ്ടായത്, ക്രിസ്തുവിനെ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഈ ഭാഗം വായിച്ചിട്ട് അവിടുത്തെ ആ കല്ലിൻ്റെ വലിപ്പത്തെക്കുറിച്ചും അവിടെ ഉണ്ടായിരുന്ന റോമൻ പട്ടാളക്കാരുടെ കഴിവിനെക്കുറിച്ചും റോമാ ഗവൺമെൻറ് മുദ്ര വച്ച കാര്യത്തെക്കുറിച്ചും അതൊക്കെ പൊട്ടിച്ച ദൈവശക്തിയെക്കുറിച്ചും അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലും ദൈവം നിങ്ങളുടെ ശത്രു വച്ചിരിക്കുന്ന സകലതും പൊട്ടിച്ച് കളഞ്ഞ് നിങ്ങളെ ഇതാ അനുഗ്രഹിക്കാനായിട്ട് പോകുന്നു എന്നൊക്കെ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളാണ് സാധാരണ ഈ വാക്യത്തിനോടുള്ള ബന്ധത്തിൽ നടക്കാറുള്ളത്. പക്ഷേ ഞാൻ ബൈബിൾ പഠിച്ചപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ഒരിക്കലും ഒരു വിശ്വാസിയുടെ ഭൗതിക അനുഗ്രഹവുമായിട്ട് ബന്ധപ്പെടുത്തി ബൈബിളിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ലെന്നുള്ളതാണ്. നിങ്ങളങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നാളെ എന്നോട് പറഞ്ഞാൽ ഞാൻ ഈ പ്രസ്താവന തിരുത്തി പറയാം. ഞാൻ ബൈബിൾ പഠിച്ചപ്പോൾ യേശുവിൻ്റെ പുനരുത്ഥാനത്തെ, ഉയർത്തെഴുന്നേൽപ്പിനെ ഒരിടത്ത് പോലും വിശ്വാസികളുടെ ഭൗതിക ഉയർച്ച അല്ലെങ്കിൽ അവിടെ ശത്രുക്കളെ തകർക്കുന്ന, കെട്ടുകളെ പൊട്ടിക്കുന്ന അങ്ങനത്തെ ഒരു ഭൗതിക ഉയർച്ചയെക്കുറിച്ചോ നന്മയെക്കുറിച്ചോ ബന്ധപ്പെടുത്തി യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഒരിടത്തും സംസാരിച്ചിട്ടില്ലെന്നുള്ളതാണ്. പിന്നെ എന്താണ് അതിൻ്റെ അർത്ഥം? നമുക്ക് ചിന്തിക്കാം. അപ്പം എന്താണെങ്കിലും ദൈവം യേശുവിൽ ആ ശക്തി പ്രവർത്തിക്കാനായിട്ട് അനുവദിച്ചപ്പോൾ, അല്ലെങ്കിൽ യേശുവിൽ ആ ശക്തി പ്രവർത്തിച്ചപ്പോൾ അവിടെ നമ്മൾ വായിച്ചത്, ദൈവം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നാണ് വായിച്ചത്. ദൈവം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നാണ് നമ്മൾ വായിച്ചത്. നമുക്ക് ഞാൻ 1-2 ദൈവവചന ഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്കൊന്ന് തിരിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ, അതിൻ്റെ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു, എന്താണ് അതിൻ്റെ 23 തൊട്ട്, നസ്രായനായ യേശുവിനെ ദൈവം തൻ്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ച് കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. അവൻ എൻ്റെ വലത്തുഭാഗത്തിരിക്കിയാൽ ഞാൻ കുലുങ്ങിപ്പോകയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ നാവ് ആനന്ദിച്ച് എൻ്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. നിൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. നീ ജീവമാർഗങ്ങളെ എന്നോടറിയിച്ചു. നിൻ്റെ സന്നിധിയിൽ എന്നെ സന്തോഷപൂർണനാക്കും എന്ന് ദാവീദ് അവനെക്കുറിച്ച് പറയുന്നുവല്ലോ. സഹോദരന്മാരായ പുരുഷന്മാരെ, ഗോത്രപിതാവായ ദാവീദിനെക്കുറിച്ച്
അവൻ മരിച്ച് അടക്കപ്പെട്ടു എന്ന് എനിക്ക് നിങ്ങളോട് ധൈര്യമായി പറയാം. അവൻ്റെ കല്ലറ ഇന്നുവരെ നമ്മുടെ ഇടയിലുണ്ടല്ലോ. എന്നാൽ അവൻ പ്രവാചകനാകയാൽ ദൈവം അവൻ്റെ കടിപ്രദേശത്തിൻ്റെ ഫലത്തിൽ നിന്ന് ഒരുത്തനെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന് തന്നോട് സത്യം ചെയ്ത് ഉറപ്പിച്ചു എന്നറിഞ്ഞിട്ട് അവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല. അവൻ്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം മുമ്പ് കൂട്ടി പ്രസ്താവിച്ചു. ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതിന് ഞങ്ങളെല്ലാവരും സാക്ഷികളാകുന്നു. നമുക്കറിയാം, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള ആദ്യത്തെ പെന്തക്കോസ്ത് തിരുനാളിൻ്റെ അന്ന് പരിശുദ്ധാത്മാവ് ഈ വിശ്വാസികളുടെ മേലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അവിടെ ആ ജനം വന്ന് ഇവരെ പരിഹസിച്ചപ്പോൾ, വിമർശിച്ചപ്പോൾ അതിനു മറുപടി എന്ന രീതിയിൽ പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുന്ന പ്രസംഗത്തിൻ്റെ പ്രസക്തമായൊരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. അതിൻ്റെ 22-ാം വാക്യത്തിൽ 23-ഉം 24-ഉം വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു, നിങ്ങൾ അധർമ്മികളുടെ കയ്യാൽ യേശുവിനെ തറപ്പിച്ച് കൊന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അവർക്ക് സ്വയമായിട്ട് കൊല്ലാൻ കഴിയാത്തത് കൊണ്ട് കൊട്ടേഷൻ കൊടുത്ത് കൊല്ലിച്ചെന്ന് പറഞ്ഞ പോലെ എന്താണ്, യേശുവിനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ച് കൊന്നു. അപ്പം യഹൂദന്മാർക്ക് അന്ന് കൊല്ലാനായിട്ട് വധശിക്ഷ നടപ്പാക്കാൻ അധികാരമില്ലായിരുന്നു. അതുകൊണ്ട് റോമ ഗവൺമെൻറ്റിനെ പിടിച്ച്, പീലാത്തോസിനെ പിടിച്ച് അവർ യേശുവിനെ കുരിശിൽ തറപ്പിച്ചു കൊന്നു. എന്നിട്ട് പറയുക, 24-ാം വാക്യത്തിൽ പറയുക, ദൈവമോ, അപ്പം നിങ്ങളവനെ തറപ്പിച്ചു കൊന്നു, കുരിശിൽ തറപ്പിച്ചു കൊന്നു, ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പം ദൈവം യേശുവിനെ എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേൽപ്പിച്ചു. നമ്മുടെ ചിന്ത ഇതാണ്, ആ അത്യന്ത ശക്തി ക്രിസ്തുവിൽ വ്യാപരിച്ചപ്പോൾ ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇവിടെയും നമ്മൾ വായിക്കുന്നത് ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് പറയുക, മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. എന്നിട്ടതിൻ്റെ 25 തൊട്ട് 28 വരെയുള്ള വാക്യങ്ങളിൽ ദാവീദ് തൻ്റെ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം ഉദ്ധരിച്ചിട്ട്, ദാവീദ് തൻ്റെ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഭാഗം ഉദ്ധരിച്ചിട്ട് താൻ പറയുക, അത് ദാവീദ് തന്നെക്കുറിച്ചല്ല പറഞ്ഞത് എന്ന് താൻ സ്ഥാപിക്കുക. കാരണം തൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല എന്നൊക്കെ ദാവീദ് പറയുമ്പോൾ പത്രോസ് പറയുക, ദാവീദ് മരിച്ചു, അടക്കപ്പെട്ടു, അവൻ്റെ കല്ലറ ഇന്നും നമ്മുടെ നടുവിലുണ്ട്. അവൻ ദ്രവത്വം കൊണ്ടു, അവൻ ഉയർത്തെഴുന്നേറ്റില്ല. അപ്പം അവൻ തന്നെക്കുറിച്ച് തന്നെയല്ല പറഞ്ഞത്, പിന്നെയോ മറ്റൊരുവനെക്കുറിച്ച്. ഓക്കെ, അപ്പം അവൻ പ്രവാചകനാകൊണ്ട്, ദാവീദ് പ്രവാചകനാകൊണ്ട് തൻ്റെ സന്തതിയായിട്ട് വരാനിരിക്കുന്ന മറ്റൊരു വ്യക്തിയെക്കുറിച്ചാണ് ദാവീദ് പ്രവചിച്ചത്. എന്നിട്ട് 34-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവം അവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല, അവൻ്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം മുൻകൂട്ടി കണ്ടിട്ട് പ്രസ്താവിച്ചു. അപ്പം ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് ദാവീദ് മുൻകൂട്ടി പ്രസ്താവിച്ചു. എന്നിട്ട് 32-ാം വാക്യത്തിൽ പത്രോസ് പറയുക, ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങളെല്ലാവരും സാക്ഷികളാകുന്നു. പ്രിയമുള്ളവരെ, ദൈവം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നുള്ളത് ചരിത്രപരമായിട്ടുള്ളൊരു സത്യമാണ്. കാരണം ഈ പ്രസംഗം പത്രോസ് പ്രസംഗിക്കുന്നത് നിങ്ങൾ ഓർക്കണം, ഇതിന് ഏകദേശം ഒരു 50 അല്ലെങ്കിൽ ഒരു 52 ദിവസങ്ങൾക്ക് മുമ്പ് യേശുവിനെ യഹൂദന്മാരെ അറസ്റ്റ് ചെയ്ത് വിചാരണ നടത്തുന്ന സമയത്ത് മഹാപുരോഹിതൻ്റെ നടുമുറ്റത്ത് വെച്ച് ഈ പത്രോസ് വെറും ഒരു വേലക്കാരി സ്ത്രീയുടെ മുമ്പിൽ വെച്ച് യേശുവിനെ ഞാൻ അറിയുന്നില്ല, എനിക്കും യേശുവുമായിട്ടൊരു ബന്ധവുമില്ലെന്ന് തള്ളിപ്പറഞ്ഞ മനുഷ്യനാണ്. കാരണം അന്നവന് ഭയമായിരുന്നു. എന്നാൽ ഇപ്പം അവൻ പറയുക, ഈ യേശുവിനെ, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികളാണ് എന്നവൻ പറയുക. അപ്പോൾ ഇത് പറയുമ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റിട്ട്
50 ദിവസമായിട്ടേ ഉള്ളൂ. 50 ദിവസം എന്ന് വെച്ചാൽ നമുക്കറിയാം 2 മാസം പോലും ആയിട്ടില്ല. കാരണം 2 മാസമാകണമെങ്കിൽ 60 ദിവസമാകണം. അപ്പം 2 മാസം പോലും കഴിയുന്നതിന് മുൻപാണ് ഇവർ എഴുന്നേറ്റ് യഹൂദന്മാരുടെ മുഖത്ത് നോക്കി പറയുന്നത്, ദൈവം അയച്ചവനെ നിങ്ങൾ ക്രൂശിൽ തറപ്പിച്ചു കൊന്നു, പക്ഷേ ദൈവം അവനെ ഉയർപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികളാണ്. 2 മാസം കഴിയുന്നതിന് മുമ്പ് എഴുന്നേറ്റെന്ന് പ്രസംഗിക്കുമ്പോൾ നോക്കിക്കേ, യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നെങ്കിൽ ഇത് കേൾക്കുന്ന യഹൂദന്മാർക്ക് വളരെ എളുപ്പമാണ്. ആ കല്ലറ യെരുശലേമിൽ തന്നെ ഉണ്ട്. ആ കല്ലറയിലേക്ക് ചെന്നാൽ 50 ദിവസം കഴിയുമ്പോൾ യേശുവിൻ്റെ അസ്ഥിയെങ്കിലും അവിടെ കാണും. ആ അസ്ഥി പെറുക്കിക്കൊണ്ട് വന്നാൽ പോലും അപ്പോസ്തലന്മാർക്കും വിശ്വാസികൾക്കും പിന്നെ ഒരക്ഷരം മിണ്ടാനായിട്ട് പറ്റില്ല. പക്ഷേ അവർ അങ്ങനെ ചെയ്തില്ലെന്ന് മാത്രമല്ല, ആ പ്രസംഗം കേട്ട 3000 പേര്, 60 ദിവസത്തിനകം ആ പ്രസംഗം കേട്ട 3000 പേര് അവർ പറഞ്ഞത് വിശ്വസിച്ചു എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് യാഥാർത്ഥ്യമാണെന്ന് അതിൻ്റെ അർത്ഥം. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, നമ്മൾ മറക്കരുത്. സുവിശേഷങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 4 സുവിശേഷങ്ങളിലും യേശുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് കാണുന്നത്? അവർ, അതായത് 4-5 സ്ത്രീകൾ, അവർ ഒരുക്കിയ സുഗന്ധവർഗമെടുത്ത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം അതികാലത്ത് കല്ലറയ്ക്കലെത്തി. കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. അകത്ത് കടന്നപ്പോൾ കർത്താവായ യേശുവിൻ്റെ ശരീരം കണ്ടില്ല. അതിനെക്കുറിച്ച് അവർ ചഞ്ചലിച്ചിരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച 2 പേർ അവർ വന്ന്, അപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എങ്ങനെ വായിക്കുന്നു? അവർ ഒരുക്കിയ സുഗന്ധവർഗം എടുത്ത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം അതികാലത്ത് കല്ലറയ്ക്കലെത്തി. കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. അകത്ത് കടന്നപ്പോൾ കർത്താവായ യേശുവിൻ്റെ ശരീരം കണ്ടില്ല. അതിനെക്കുറിച്ച് അവർ ചഞ്ചലിച്ചിരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അരികെ നിൽക്കുന്നത് കണ്ടു. ഭയപ്പെട്ട് മുഖം കുനിച്ച് നിൽക്കുമ്പോൾ അവർ അവരോട്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നതെന്ത്? അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മുമ്പേ ഗലീലയിലിരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട് മനുഷ്യപുത്രനെ പാപികളായ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിച്ച് ക്രൂശിക്കുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് പറഞ്ഞത് ഓർത്തുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. അവർ അവൻ്റെ വാക്ക് ഓർത്തു. അപ്പം യേശുവിനെ ദൈവം ഉയർപ്പിച്ചു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഇത് സുവിശേഷത്തിൽ നമ്മൾ വായിച്ചത് യേശുവിൻ്റെ ആ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു വിവരണമാണ് നമ്മളവിടെ വായിച്ചത്. അപ്പം ദൈവം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് പറയുമ്പോൾ യേശു അത് മുൻകൂട്ടി പറഞ്ഞിരുന്നു എന്നുള്ളതാണ് അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത് 1 കൊരിന്ത്യർ ലേഖനത്തിലേക്കാണ്. ആ ഒരു ഭാഗം കൂടെ വായിച്ച് ഇന്ന് രാത്രത്തെ നമ്മുടെ ചിന്ത നമുക്ക് അവസാനിപ്പിക്കാം. 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 15-ാം അധ്യായം, 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? 3 മുതൽ 18 വരെ. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. ഇവിടെയും പറയുന്നത് യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് മാത്രമല്ല, അവൻ കേഫാവിന് എന്ന് വെച്ചാൽ പത്രോസിനും പിന്നെ 12 അവൻ പ്രത്യക്ഷനായി. 6-ാം വാക്യം, അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി.
അപ്പോൾ നോക്കിക്കേ, ഇപ്പോൾ യേശു ഒരാൾക്ക് 2 പേർക്ക് അല്ലെങ്കിൽ 10 പേർക്ക് 12 പേർക്ക് മാത്രമായിട്ടല്ല പ്രത്യക്ഷപ്പെട്ടത്. ഒരിക്കൽ 500-ലധികം പേർക്ക് ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടു. അപ്പം നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം. അപ്പോൾ ഇത്രയും പേര് യേശു ഉയർത്തെഴുന്നേറ്റതിൻ്റെ ദൃക്സാക്ഷികളാണ്. എന്നിട്ട് പറയുക, അവർ മിക്ക പേരും ഇന്നും ജീവനോടെ ഇരിക്കുന്നു. ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നുണ്ട് അവർ. ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്ക് എല്ലാവർക്കും പ്രത്യക്ഷനായി. ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. അപ്പം ഇവിടെയെല്ലാം യേശു ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ പ്രത്യക്ഷതകളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും പേർക്ക് യേശു എന്ത് ചെയ്തിട്ടുണ്ട്? പ്രത്യക്ഷനായിട്ടുണ്ട്. ആരെങ്കിലും ഒരാളുണ്ടാക്കിയ ഒരു കെട്ടുകഥയല്ല യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പെന്ന് പറയുന്നത്. പിന്നെയോ ഇത്രയും പേർക്ക് യേശു പ്രത്യക്ഷനായിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ 11-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഞാനാകട്ടെ ഇവരാകട്ടെ ഇവണ്ണം ഞങ്ങൾ പ്രസംഗിക്കുന്നു, ഇവണ്ണം നിങ്ങൾ വിശ്വസിച്ചു മരിക്കുന്നു. അപ്പം അവർ പ്രസംഗിച്ചതും കേട്ടവർ വിശ്വസിച്ചതും എന്തായിരുന്നു? യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് തന്നെയാണ് വിശ്വസിച്ചത്. ഇനി യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ നമുക്ക് ലഭിക്കുന്ന നന്മകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ വായിക്കുന്നത്. 12-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? അപ്പം അവരുടെ ഇടയിൽ ചിലർ പറഞ്ഞു മരിച്ചവർക്ക് പുനരുത്ഥാനം ഇല്ലെന്ന്. എന്നാൽ പൗലോസ് പറയുക, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് വാസ്തവമാണെങ്കിൽ നിങ്ങൾക്കും എന്തുണ്ട്? പുനരുത്ഥാനം ഉണ്ട്. അപ്പോൾ ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് നമുക്കും ഒരു പുനരുത്ഥാനമുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് 13-ാം വാക്യത്തിൽ പറയുക, മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. എന്നിട്ട് പറയുക, മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. അപ്പോൾ പ്രിയമുള്ളവരെ, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ, നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റെങ്കിൽ നാമും ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. അപ്പം ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നെങ്കിൽ അവൻ നമ്മളെയും എന്ത് ചെയ്യും? ഉയർപ്പിക്കും. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് നൽകുന്ന ഒന്നാമത്തെ ഉറപ്പിതാണ്, നമുക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം നമുക്കൊക്കെ അറിയാവുന്ന വാക്യമാണത്. എന്താണ് അവിടെ വായിക്കുന്നത്? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. അപ്പം കർത്താവിൻ്റെ മടങ്ങിവരവെങ്കിൽ ക്രിസ്തുവിൽ മരിച്ചവർക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. എന്താ ഉറപ്പ്? ദൈവം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്. അതിൻ്റെ ഉറപ്പ് ദൈവം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചെങ്കിൽ നമുക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ട് എന്നുള്ളതാണ് അത് നമുക്ക് നൽകുന്ന ഉറപ്പെന്ന് പറയുന്നത്. ഇനിയും 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. അതിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. എന്താണ്? മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ലെങ്കിൽ
നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ, നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു, ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നോക്കൂ, അപ്പം ഇവിടെ ക്രിസ്തു ഉയർത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. അപ്പം പാപങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടിയത്, പാപമോചനം നമുക്ക് കിട്ടിയത്, അതിക്രമങ്ങളുടെ മോചനം എന്നുള്ള വീണ്ടെടുപ്പ് നമുക്ക് കിട്ടിയത് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കത് ഉറപ്പുള്ളത്. നിങ്ങളുടെ പാപം യേശുവിൽ വിശ്വസിച്ചപ്പോൾ ക്ഷമിക്കപ്പെട്ടു എന്ന് എന്താ ഉറപ്പ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉറപ്പ് യേശു ഉയർത്തെഴുന്നേറ്റെന്നുള്ളത് അതിൻ്റെ ഉറപ്പ്. അപ്പം യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് എൻ്റെ പാപങ്ങൾ എന്ത് ചെയ്തു? ക്ഷമിക്കപ്പെട്ടു. എന്താ അതിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമോ? നമുക്കറിയാം, പഴയ നിയമത്തിൽ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദേവാലയം ഉണ്ടായിരുന്നു. അതിനകത്ത് പ്രാകാരവും വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിവിശുദ്ധ സ്ഥലത്താണ് പെട്ടകവും കൃപാസനവും, അവിടെയാണ് ദൈവ സാന്നിധ്യമൊക്കെ ഇറങ്ങി വസിക്കുന്നത്. അപ്പം മഹാപുരോഹിതൻ ആണ്ടിലൊരു പ്രാവശ്യം ജനത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി ആടിൻ്റെ രക്തവുമായിട്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറി ചെല്ലണം. എന്നിട്ട് അവിടെ ചെന്ന കൃപാസനത്തിൻ്റെ മേലെ രക്തം തളിച്ച് അവരുടെ ജനത്തിൻ്റെ പാപത്തിൻ്റെ മോചനം നേടിയെടുക്കണം. അപ്പം അങ്ങനെ മഹാപുരോഹിതൻ അകത്തേക്ക് ചെല്ലുമ്പോൾ ഈ മഹാപുരോഹിതൻ പാപത്തോടുകൂടെയാണ് അകത്തേക്ക് ചെല്ലുന്നതെങ്കിൽ അവിടെ വിശ്വാസമനുസരിച്ച് ആ മഹാപുരോഹിതൻ അവിടെ വീണു മരിക്കും. അപ്പം ഈ മഹാപുരോഹിതൻ ആടിൻ്റെ രക്തവുമായിട്ട് പാപമോചനം നേടിയെടുക്കുവാൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോയിരിക്കുമ്പോൾ ജനം പുറത്ത് കാത്തു നിൽക്കുകയാണ്. എന്ത് കാത്തു നിൽക്കുന്നു? ഈ മഹാപുരോഹിതൻ അകത്തുപോയി ഈ രക്തം തളിച്ച് തങ്ങളുടെ പാപത്തിൻ്റെ മോചനം നേടിക്കൊണ്ട് അവൻ തിരിച്ചു പുറത്തേക്ക് വരുന്നത് കാത്തി ജനം നിൽക്കുകയാണ്. അപ്പം ഈ തിരശീലയ്ക്കകത്തുനിന്ന് പുരോഹിതൻ പുറത്തേക്ക് വന്നാൽ ജനത്തിന് ഉറപ്പായി ഞങ്ങളുടെ പാപം എന്ത് ചെയ്തു? മോചിപ്പിക്കപ്പെട്ടു. എന്നാൽ ആ തിരശീലയ്ക്കകത്ത് ആ പുരോഹിതൻ മരിച്ചു വീണ് കിടന്നാൽ അതിൻ്റെ അർത്ഥം ജനത്തിൻ്റെ പാപം എന്ത് ചെയ്തിട്ടില്ല? മോചിപ്പിക്കപ്പെട്ടിട്ടില്ലെന്ന് അതിൻ്റെ അർത്ഥം. നോക്കൂ, യേശു മരിച്ചിട്ട് തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തം നടത്തിയിട്ട് അവൻ ജീവനോട് തിരിച്ചു വന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ്റെ പ്രായശ്ചിത്തത്തിന് വിലയില്ലെന്ന് അതിൻ്റെ അർത്ഥം. പുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് മരിച്ചു വീണോ എന്ന് പറയുന്നത് പോലെ യേശുവിൻ്റെ പ്രായശ്ചിത്തത്തിന് വിലയില്ലെന്ന് അതിൻ്റെ അർത്ഥം. എന്നാൽ അവൻ ജീവനോടെ പുറത്തു വന്നതുകൊണ്ട്, അവൻ ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നമുക്ക് ഉറപ്പുണ്ട് നമ്മുടെ പാപങ്ങൾ എന്ത് ചെയ്തു? മോചിപ്പിക്കപ്പെട്ടു. അപ്പം യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് നൽകുന്ന രണ്ട് ഉറപ്പുകൾ ഇതാണ്. ഒന്ന്, നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. രണ്ട്, നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് 1 കൊരിന്ത്യർ ലേഖനം 15-19 വാക്യത്തിൽ അപ്പോസ്തലൻ പറയുക, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ഈ ലോകത്തിലെ തടസ്സങ്ങൾ മാറുന്നതോ, ഈ ലോകത്തിലെ ബന്ധനങ്ങൾ അഴിയുന്നതോ, ഈ ലോകത്തിലെ കെട്ടുകൾ പൊട്ടുന്നതോ, ഈ ലോകത്തിലെ ശത്രുക്കൾ തകർക്കപ്പെടുന്നതോ, ഈ ലോകത്തിൻ്റെ മുമ്പിൽ വെച്ച് ഈ ലോകത്തിൽ ദൈവം നിന്നെ മാനിക്കുന്നതോ ഒക്കെയാണ് പ്രസംഗിക്കപ്പെടുന്നത്. അതിലാണ് നിൻ്റെ ആശയെങ്കിൽ നാം സകല മനുഷ്യന്മാരിലും വെച്ച് അരിഷ്ടന്മാരാ, റച്ചഡ് പീപ്പിളാ, ദയനീയമായിട്ടുള്ള ആളുകളാണ് നമ്മൾ. എന്നാൽ പൗലോസ് പറയുക, അതിലല്ല ആശ വയ്ക്കേണ്ടത്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. രണ്ട്, നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. എഫേസ് ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ദൈവത്തിൻ്റെ ആ ശക്തി ക്രിസ്തുവിൽ വ്യാപരിച്ചപ്പോൾ രണ്ട് കാര്യങ്ങൾ. ഒന്ന് സംഭവിച്ചത്, അവൻ ക്രിസ്തുവിനെ ഉയർപ്പിച്ചു. ആ ഉയർപ്പ് നമ്മളോട് എന്താ പറയുന്നത്? നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, എഫെസോസിലെ ദൈവമക്കൾ ആ ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് ഗ്രഹിച്ചറിയുമ്പോൾ അവരുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ ഇതാണ്. ആ ദൈവം തൻ്റെ ശക്തിയാൽ
യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിലൂടെ എൻ്റെ പാപങ്ങൾക്ക് മോചനം ലഭിച്ചിരിക്കുന്നു. 2, ദൈവമായ യേശുവിനെ ഉയർപ്പിച്ചതുപോലെ ദൈവം തൻ്റെ ശക്തിയാൽ എന്നെയും ഉയർത്തെഴുന്നേൽപ്പിക്കും. ഇന്ന് രാത്രി എത്ര പേർക്ക് ഉറപ്പുണ്ട്? എൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിട്ടുണ്ട്, ദൈവം എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്ന ഉറപ്പതാണ്. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ ജീവിച്ച ഇവിടം കൊണ്ട് അവസാനിച്ചു പോകാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. നമ്മുടെ പാപങ്ങൾ മോചിച്ച് ക്രിസ്തുവിനോടുകൂടെ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാനാണ് അവൻ നമ്മെ വിളിച്ചത്. ആകയാൽ ആ പ്രത്യാശയിൽ, ആ ഉറപ്പിൽ, ആ ധൈര്യത്തിൽ നമുക്ക് മുൻപോട്ട് പോകാം. നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നുവെന്നുള്ള ഉറപ്പോടുകൂടെ, നമുക്കൊരു പുനരുത്ഥാനമുണ്ടെന്നുള്ള ഉറപ്പോടുകൂടെ നമുക്ക് മുൻപോട്ട് പോകാം. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.